നമസ്കാരം. ഏതം ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. മലയാള സിനിമാ രംഗം ഫെസ്റ്റിവൽ മൂഡിലേക്ക് നീങ്ങുകയാണ്. ഓണം പ്രമാണിച്ച് റിലീസുകളും ഒരുപാട് പുതിയ അനൗൺസ്മെൻറ്റുകളും നിലവിലുണ്ട്. അവയിൽ ചിലത് കൺഫേം ആയ ചിലത് നമുക്ക് പരിശോധിക്കാം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം എന്ന സിനിമയുടെ ട്രെയിലർ 21-ാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് റിലീസ് ചെയ്യുകയാണ്. റിലയൻസ് സിനിമാറ്റ്സ്, ഹാബിറ്റ് ഓഫ് ലൈഫ് ഈ 2 പ്രൊഡക്ഷൻ കമ്പനികളാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. കാത്തിരിക്കാം വിനീത് ശ്രീനിവാസന്റെ മറ്റൊരു മാജിക് നൈറ്റ്. കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തെ കുറിച്ചാണ്. കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ 53 സെക്കൻഡിലുള്ള ടീസർ യു സർട്ടിഫിക്കറ്റോടെ തയ്യാറായിരിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ നമ്മളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അൽത്താഫ് സാലിഫ് സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. റിലീസിന് മുമ്പേ ഈ അവസ്ഥയിൽ തന്നെ റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആ സിനിമ നെറ്റ്ഫ്ലിക്സിന് ഡിജിറ്റൽ റൈറ്റ് വിറ്റുപോയിരിക്കുന്നു. 29-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന ഈ ചിത്രം വലിയ രീതിയിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് സത്യൻ അന്തിക്കാട് സർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവ്വം. മാസം 28-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ വിവിധ കമ്പനികൾ സ്വന്തമാക്കി. ഫാൾസ്, പ്രൈം മീഡിയ, AP ഇന്റർനാഷണൽ ഇവർ 3 മേഖലകളിലായിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി തിരിച്ചെത്തിയിരിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കും അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ചില പ്രോജക്റ്റുകളും അടുത്ത കാലത്തായി അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷൈൻ നിഗം നായകനാകുന്ന ദൃഢം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാന നായകനായ ഷൈൻ നിഗം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മൂവീസ് നിർമ്മിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ദിലീപ്, മോഹൻലാൽ എന്നീ 4 സ്റ്റാറുകൾ ഒന്നിച്ചെത്തുന്ന ബബ് ബബ്ബ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നു. ഈ ചിത്രം ഒരു സോളോ റിലീസായി വരാനാണ് സാധ്യതകൾ കാണുന്നത്. ഉടൻ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഗൂഗിൾ മൂവീസിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. നയൻ എന്ന പൃഥ്വിരാജ് സിനിമയ്ക്ക് ശേഷം സംവിധായകൻ ജനൂസ് മുഹമ്മദിന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് സൈഫൈ ചിത്രമായിരിക്കും ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലയാളത്തിലെ ഒരു വലിയ താരവുമായി ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അറിയുന്നു. ആസിഫ് അലിയും സ്റ്റെഫി സേവ്യറും നായികമാരാവുന്ന ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അടുത്ത മാസം ആരംഭിക്കും. ആട് 3യുടെ ചിത്രീകരണം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ആട് 3. ഇതുപോലെ മലയാള സിനിമാ രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.